ജോയേൽ 2:28. അന്ന് ഇങ്ങനെ സംഭവിക്കും, എല്ലാവരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. ഈ ദൈവനാദത്തെ സ്വീകരിച്ചവൻ, ഈ ദൈവനാദത്തെ ഏറ്റെടുത്തവൻ. ഇവരാണ് മോസസ്, ഇവരാണ് മോസസ്, ഇവരാണ് മോസസ്. മോസസ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കരിസ്മാറ്റിക് നവീകരണം ഒരു യാത്രയാണ്. ദൈവത്തോട് ഒത്തുള്ള യാത്ര, ദൈവാനുഭവത്തിൻ്റെ യാത്ര. ഈ യാത്രയിൽ കത്തോലിക്ക കരിസ്മാറ്റിക് നവീകരണത്തെ ദിശാബോധത്തോടെ നയിച്ചവരാണ് കേരളത്തിലെ കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ ചെയർമാന്മാർ, KST ചെയർമാന്മാർ. ഇവരെ പരിചയപ്പെടുകയും ഇവരുടെ ദൈവാനുഭവങ്ങൾ പങ്കുവയ്ക്കപ്പെടുകയും ചെയ്യുന്ന പ്രോഗ്രാമാണ് മോസസ്. മോസസ് എന്ന ഈ പ്രോഗ്രാമിൻ്റെ ഈ എപ്പിസോഡിൽ തൻ്റെ ദൈവാനുഭവങ്ങൾ പങ്കുവയ്ക്കാനും കരിസ്മാറ്റിക് നവീകരണത്തിലേക്കുള്ള തൻ്റെ രംഗപ്രവേശനത്തെ നമ്മളുമായി പങ്കുവയ്ക്കാനും നമ്മളോടൊപ്പം ആയിരിക്കുന്നത് 2004 മുതൽ 2007 വരെ KSTയുടെ ചെയർമാനായി സേവനം ചെയ്ത, ഇപ്പോൾ ഇടുക്കി രൂപതയിലെ ചുരുളി സെൻറ് തോമസ് ഫൊറോന പള്ളിയുടെ വികാരിയായിരിക്കുന്ന ബഹുമാനപ്പെട്ട ജോസ് നരുതൂക്കൽ അച്ഛൻ്റെ അടുത്തേക്ക് നമുക്ക് പോകാം. ദൈവരാജ്യവയലിലെ വേലക്കാരെയെല്ലാം ഒരേ ലക്ഷ്യത്തിലേക്ക് നയിക്കുവാൻ കാലാകാലങ്ങളിൽ നിയുക്തരായ ഇടയന്മാർ അനവധിയാണ്. ഇത് 2004-2007 കാലഘട്ടത്തിൽ KSTയെ നയിച്ച ഫാദർ ജോസ് നരുതൂക്കൽ വ്യക്തമായ കാഴ്ചപ്പാടോടും ശക്തമായ വിശ്വാസശൈലിയോടും ചേർത്ത് നവീകരണ സമൂഹത്തിനെ ഇന്നലകളുടെ വഴിയിൽ തണൽ നൽകിയ ഇടയൻ. ക്രിസ്തുവിന് പുറകെയുള്ള സഞ്ചാരം ഏറെ പരുക്കനാണെന്നും മുൾച്ചെടികളും ഇരുമ്പാണികളും എന്നും ഓരോ വിശ്വാസധീരന്മാരെയും കാത്തിരിക്കുന്നു എന്നും ആഴത്തിൽ നമ്മെ പഠിപ്പിച്ച വൈദികൻ തൻ്റെ സമർപ്പണ വഴിയിൽ ദൈവിക ചൈതന്യം തന്നെ എപ്രകാരം നയിക്കുന്നു എന്ന് നമ്മോട് പങ്കുവച്ചു. കേരളത്തിലെ കരിസ്മാറ്റിക് നവീകരണ പ്രവർത്തനങ്ങളെ കൂടുതൽ സഭാത്മകമാക്കാൻ യത്നിച്ച വ്യക്തികളാണ് KST ചെയർമാന്മാർ. അവരുടെ അനുഭവങ്ങളും അവരുടെ ദർശനങ്ങളും ഒക്കെ ശാലോം പ്രേക്ഷകർക്കായി പരിചയപ്പെടുത്തുന്ന മോസസ് എന്ന ഈ പ്രോഗ്രാമിൻ്റെ ഈ എപ്പിസോഡിൽ ബഹുമാനപ്പെട്ട ജോസ് നരുതൂക്കൽ അച്ഛൻ്റെ അനുഭവങ്ങൾ ഞങ്ങളുമായി പങ്കുവയ്ക്കാൻ എത്തിയിരിക്കുകയാണ്. അച്ഛനെ എല്ലാ ശാലോം പ്രേക്ഷകർക്കും വേണ്ടി വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അച്ഛാ, കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ സംസാരിച്ചതുപോലെ കരിസ്മാറ്റിക് നവീകരണ സഭയിൽ ഒരു വലിയ അൽമായ മുന്നേറ്റമായി വരികയാണ് ചെയ്തത്. അച്ഛൻ നേരത്തെ അത് സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ ഈ അൽമായ മുന്നേറ്റം എന്ന വണ്ണം കരിസ്മാറ്റിക് നവീകരണം വളർന്നപ്പോൾ അതിനെ സഹായിക്കാൻ ധാരാളം ആളുകൾ, പ്രത്യേകിച്ച് വൈദികരൊക്കെ അതിനെ സഹായിച്ച് വളർത്താൻ വേണ്ടി രംഗപ്രവേശനം ചെയ്ത ആളുകളാണ്. അങ്ങനെ ഇന്ന് ലോകം മുഴുവനുമുള്ള ഒരു വലിയ മുന്നേറ്റമായിട്ട് ഈ കരിസ്മാറ്റിക് നവീകരണ മുന്നേറ്റം വളർന്നിരിക്കുന്നു. അച്ഛൻ ഈ അൽമായ വളർച്ചയെ, കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ അൽമായ വളർച്ചയെ അച്ഛൻ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? എന്തെങ്കിലുമൊക്കെ ചില അനുഭവങ്ങൾ, അൽമായ വളർച്ചയിൽ അച്ഛൻ കണ്ട ചില അനുഭവങ്ങളൊന്ന് പങ്കുവയ്ക്കാം. അൽമായ വളർച്ച എന്ന് പറയുമ്പോൾ ചിലപ്പോഴെങ്കിലും ഞാൻ കാണുന്നത് വളർച്ചയോടൊപ്പം ചില മേഖലയിൽ തളർച്ചയും ഞാൻ കാണാറുണ്ട്. പ്രത്യേകിച്ച് ഏതെങ്കിലും തരത്തിൽ പ്രതിസന്ധികളൊക്കെ വരുമ്പോൾ ആരുടെയും ഭാഗത്തുനിന്ന് ഒരു മറുതലിപ്പോ എതിർപ്പോ സ്വന്തം കുടുംബത്തിൽ നിന്നായിരിക്കാം, അല്ലെങ്കിൽ ജീവിത സാഹചര്യങ്ങൾ വരുന്ന വിഷയമായിരിക്കാം, ചിലപ്പോൾ മക്കളുടെ പ്രശ്നങ്ങളായിരിക്കാം. അവർക്ക് വരുമ്പോഴേക്കും തളർന്നു പോയി അങ്ങ് ഇനി ഇല്ല എന്നുള്ള തരത്തിൽ ഒരു പക്ഷേ ചില ഇടവകയിലുള്ള വൈദികരുടെ തന്നെ എതിർ മനോഭാവം ഉണ്ടായിരിക്കാം. ഇനിയില്ല, അച്ഛന്മാർക്ക് വേണ്ടി എന്താ, ഞങ്ങൾക്ക് തന്നെ അത്ര ഉണ്ട്, അത്തരത്തിലൊരു ചിന്തയോടുകൂടി പുറകോട്ട് പോകുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് എൻ്റെ കഴിഞ്ഞകാല 10-20 വർഷത്തോളമായി ഞാൻ കരിസ്മാറ്റിക് രംഗത്ത് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട്. അന്നുണ്ടായിരുന്ന പലരും ഇപ്പോൾ നിലവിലില്ല. പക്ഷേ ഒരുപാട് ആളുകൾ ഏത് വിഷമമുണ്ടായാൽ പോലും പിടിച്ചു നിൽക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇടുക്കി രൂപതയിൽ തന്നെ എന്നോടൊപ്പമായിരുന്ന വളർത്താൻ ശ്രമിച്ച ഒരുപാട് അൽമായ സഹോദരങ്ങളെ ഓർക്കുന്നു. അവരൊക്കെ ജീവിതങ്ങളിലേക്ക് നോക്കുമ്പോൾ ഞാൻ ഓർക്കുന്നത് തങ്കച്ചായനെക്കുറിച്ച് എന്നെ ഓർമ്മ വരുന്നുണ്ട്. ഷാജിയെക്കുറിച്ച് ഞാൻ ചിലപ്പോൾ ചിന്തിക്കാറുണ്ട്. ഒപ്പം തന്നെ എന്നോടൊപ്പം ഉണ്ടായിരുന്ന നമ്മുടെ കുമ്പിളിമ്പേട് ജോർജ് ചേട്ടൻ, വളവനാട്ട് സണ്ണി
തുടങ്ങിയ വ്യക്തികളെല്ലാം ജീവിതത്തിലെല്ലാം നേടിയതിൻ്റെ ഫലമായിട്ടല്ല അവർ ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നത്. പക്ഷേ അന്നുണ്ടായിരുന്ന ആ തീക്ഷ്ണത്തിൽ അല്പം പോലും കുറവ് പറ്റാതെ അവരിപ്പോഴും മുൻപോട്ട് പോകുന്നു. കാരണം അവർക്കറിയാം അവരെ ഏർപ്പെട്ടിരിക്കുന്നത് ഭൗതികമായ ഒരു ചില താല്പര്യങ്ങളുടെ പേരിലല്ല എന്നുള്ളതിൻ്റെ പേരിൽ. അത്തരത്തിലുള്ള കമ്മിറ്റ്മെൻറ്റുള്ള അൽമായ സഹോദരങ്ങൾ ഇനിയും വളർന്നു വരേണ്ടതുണ്ട്. ഞാൻ കണ്ടത് ചിലപ്പോഴെങ്കിലും ഇടയ്ക്ക് വെച്ച് നിന്ന് പോവുകയും ഇടയ്ക്ക് വെച്ച് ഈ ശൈലി മാറിപ്പോവുകയും ഇതിനെ കുറ്റം പറയുകയും ചെയ്യുന്ന അൽമായർ ഞാൻ കണ്ടിട്ടുണ്ട്. അതല്ല, മറിച്ച് ഇതൊരു അൽമായ മുന്നേറ്റം തന്നെയാണ്. അൽമായക്ക് ഒരുപാട് ഇത് ചെയ്യാനുണ്ട്, വലിയ റോളുണ്ട് ഈ കാര്യത്തിൽ. ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്ന അപ്രകാരം തന്നെ. അതെ, ഓരോ നവീകരണ സമൂഹത്തിൻ്റെയും സമ്പത്താണ് ക്രിസ്തുവിൻ്റെ പിറകെ ധീരമായി മുന്നേറുന്ന ആത്മായ സഹോദരങ്ങൾ. കാരണം അവരാണ് ശുശ്രൂഷകരുടെ കരുത്ത്. സുവിശേഷം ലോകം മുഴുവൻ എത്തിക്കണമെന്ന നെഞ്ചിലെ തീയാണ് അവരെ സമർപ്പണത്തിൻ്റെ വഴിയിൽ നയിക്കുന്നത്. ക്രിസ്തുവിലുള്ള വിശ്വാസവും സഭയുടെ ചൈതന്യവും വ്യക്തിജീവിതത്തിൻ്റെ വിശുദ്ധിയുമാകണം അവരുടെ കൈമുതൽ. അവരാകണം സുവിശേഷ വയലിലെ തളരാത്ത വേലക്കാർ. അച്ഛൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞല്ലോ, അച്ഛൻ്റെ ഒരു കരിസ്മാറ്റിക് നവീകരണത്തിലേക്കുള്ള വരവ്, അച്ഛൻ ഇതിനെ കരിസ്മാറ്റിക് നവീകരണ പ്രവർത്തനങ്ങളെ വിലയിരുത്തി വിമർശനത്തോടെ നോക്കി, പോസിറ്റീവായി നോക്കി, അങ്ങനെയൊക്കെ പലതും നോക്കിക്കണ്ടിട്ട് അവസാനം അച്ഛൻ കടന്നു വന്ന ഒരു മേഖലയാണിത്. ആ ഒരു കാലഘട്ടത്തിൽ അച്ഛൻ ചില അൽമായരെങ്കിലും അച്ഛൻ അങ്ങനെ നോക്കി ഒരു വിമർശന ബുദ്ധിയാണ് നോക്കിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അവരുടെ ആ അനുഭവങ്ങൾ എന്തെല്ലാമായിരിക്കും? യെസ്, തീർച്ചയായിട്ടും അങ്ങനെ ഞാൻ സൂചിപ്പിച്ചൊരു വിമർശനത്തോടു കൂടി തന്നെയാണ് ഞാനിത് കണ്ടത്. ആദ്യം ഈ ശൈലിയോട് എനിക്ക് താല്പര്യമുണ്ടായിരുന്നില്ല. പക്ഷേ ചില അൽമായരുടെ കോമിറ്റ്മെൻറ്റ്, രാവും പകലുമുള്ള അവരുടെ കഠിനമായ പരിശ്രമം, സഭയെ സ്നേഹിച്ച് മുൻപോട്ട് പോകുമ്പോൾ പോലും സഭാ നേതൃത്വത്തിന് വിധേയപ്പെട്ടുകൊണ്ടുള്ള പെരുമാറ്റം അവരുടെ ഭാഗത്തുനിന്നാകുന്നു. ഒരുപാട് പ്രഘോഷണ രംഗത്ത് വളർന്നു വരുന്ന അൽമായർ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ സൂചിപ്പിച്ചതുപോലെ തങ്കച്ചാനൊക്കെ എനിക്ക് വലിയൊരു പ്രചോദനമായിരുന്നു ആ കാലഘട്ടത്തിൽ. പ്രത്യേകിച്ച് രാവും പകലും അധ്വാനിക്കുന്ന മനുഷ്യൻ. അന്ന് ഞാൻ കാണുന്നത് ഇടുക്കി രൂപതയുടെ വിവിധ സ്ഥലങ്ങളിലേക്ക് രാവും പകലൊക്കെ പോയി വചനം പ്രഘോഷിക്കുന്നതും രോഗികളെ സന്ദർശിക്കുന്നതും ഭവനങ്ങൾ സന്ദർശിച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. അവരോടൊപ്പം ഞാൻ പറയുന്ന ജോർജ് ഏട്ടൻ, ഷാജി, സണ്ണി ഞാൻ ആദ്യമായിട്ട് ഒരു ഔദ്യോഗിക തലത്തിൽ വന്നത് ഒരു സബ് സോണിൻ്റെ ജീസസ് യൂത്ത് ആനിമേറ്ററായിട്ട് വന്നു. അന്ന് വളനാട്ട് സണ്ണിയായിരുന്നു അതിൻ്റെ കോർഡിനേറ്റർ. ചിലപ്പോഴെങ്കിലും ഞാൻ ആഗ്രഹിക്കുന്ന പോലെ പോകാതിരുന്നുകൊണ്ട് ഞാൻ സണ്ണിയോട് ദേഷ്യപ്പെട്ടിട്ടുണ്ട്. ഒരു പ്രാവശ്യം ഓർക്കുന്നു, ആ സണ്ണി കൊണ്ടുവന്ന ഒരു കെട്ട് നോട്ടീസ് ഞാൻ ഒപ്പിടാണ്ട് തിരിച്ചു കൊടുത്തു വിട്ടു. ഞാനും വന്ന ശൈലി വരുന്നുണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ടായിരിക്കാം. പക്ഷേ ഒരു ഭാവവ്യത്യാസം കൂടാതെ സണ്ണി അത് കൊണ്ടുപോവുകയും ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ തിരിച്ചു കൊണ്ടുവരികയും ചെയ്തു. എൻ്റെ വശം മാറിക്കഴിഞ്ഞപ്പോൾ ഞാൻ ഒപ്പിട്ട് കൊടുക്കുകയും ചെയ്തു. അന്നും ഇന്നും ഇതുപോലെ അൽമായർ കമ്മിറ്റ്മെൻറ്റുള്ള ഇതിനൊരു ജീവിതത്തിൻ്റെ ഭാഗമായി ഏറ്റെടുത്ത അൽമായർ ഇന്നും അത് കാത്തു സൂക്ഷിക്കുന്നു എന്നുള്ളത് വലിയ കാര്യം തന്നെ. ഇന്ന് നവീകരണ മുമ്പോട്ട് പോകുന്നു അതുകൊണ്ട് തന്നെയാണ്. അല്ലാതെ ഞാൻ വിചാരിക്കുന്നു അച്ഛന്മാരുടെയോ അല്ലെങ്കിൽ അഭിനയ പിതാക്കന്മാരുടെയോ വലിയ പ്രോത്സാഹനം കൊണ്ട് മാത്രമല്ല, ഒരുപാട് കമ്മിറ്റ്മെൻറ്റുള്ള തീക്ഷ്ണമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന തങ്കച്ചായൻ പറയുന്ന ഭാഷയുണ്ട്, കാലുവെന്ത പട്ടിയെപ്പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്ന അൽമായ സഹോദരങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. സഭ വിട്ട് പോയതുകൊണ്ട് ഒരു അല്പം ഉയർന്നു വന്നു, പൈസയായി, കുറേ അനുയായികളായി ഒരു ഗ്രൂപ്പുമായി പോകുന്ന അൽമായരെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ സഭയെ സ്നേഹിച്ചുകൊണ്ട് കമ്മിറ്റ്മെൻറ്റുള്ള ഒരുപാട് അൽമായർ ഇന്നും ശക്തമായി പ്രവർത്തിക്കുന്ന ഫലമായിട്ടാണ് ഇന്ന് KSTയും ഈ സംവിധാനത്തിൽ സ്ട്രോങ് ആയിട്ട് മുൻപോട്ട് പോകുന്നത് ഞാൻ വിശ്വസിക്കുന്നു. കാലം ഏറെ സങ്കീർണമാകുന്നു. സുവിശേഷത്തിനായി ദാഹിക്കുന്ന ജനതകൾ പെരുകുന്നു. തിന്മയുടെ നിഴലാട്ടങ്ങൾ എങ്ങും മുഴങ്ങുന്നു. ശക്തമായ സുവിശേഷ മുന്നേറ്റങ്ങളാണ് തിരുസഭയ്ക്ക് ഇനി ആവശ്യം. അതിനായി സമ്പൂർണമായ സമർപ്പണമുള്ള സുവിശേഷ ശുശ്രൂഷകരാണ് ഈ കാലഘട്ടത്തിൽ ഇനി ആവശ്യം. സമർപ്പണത്തിൽ മാന്യം കൂടാതെ ശുശ്രൂഷയിൽ കരുത്തരാകാൻ ജോസച്ചൻ നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു. അച്ഛൻ ഇതിനിടയിലൊന്ന് സൂചിപ്പിച്ചല്ലോ, അതായത് പല ഇടവകളിലും ചിലപ്പോൾ പ്രേ ഗ്രൂപ്പുകൾ അവർ ഇടവകയോട് അവരെതിരാകുന്നു ചിലപ്പോൾ, അല്ലെങ്കിൽ ചില അൽമായർ ഒരു തലത്തിലെത്തിക്കഴിയുമ്പോൾ അവർ വേറെ പോകും. ഒരു പ്രതിസന്ധി ഒരു ഇടവകയിൽ ഉണ്ടായാൽ ചിലപ്പോൾ പലരുടെ ഭാഗത്തു നിന്നുണ്ടാവാം. ഏത് തരത്തിൽ അവിടുത്തെ കരിസ്മാറ്റിക് നവീകരണം അല്ലെങ്കിൽ കരിസ്മാറ്റിക് പ്രേ ഗ്രൂപ്പ് ഏത് തരത്തിൽ അതിനെ അഭിമുഖീകരിക്കണം, അതിനെ സ്വീകരിക്കണം എന്നാണ് ഒരു ഇടവകുകാരി എന്നാണ് അച്ഛൻ്റെ ഒരു നിർദ്ദേശം? ഞാൻ വിചാരിക്കുന്ന ഒരൽപ്പം താഴ്ന്നു കൊടുക്കാനുള്ള ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകണമെന്ന് ഞാൻ വിചാരിക്കുക. ഒരുപക്ഷെ പറയുന്നത്, ഒരുപക്ഷെ നേതൃത്വമുള്ളവർ പറയുന്നത് അല്ലെങ്കിൽ മറ്റോ പറയുന്നത് അല്പം തെറ്റ് വന്നാൽ പോലും
അതിന് കീഴ്പ്പെട്ട് പോകണമെന്നല്ല, ബട്ട് ഒരു സ്നേഹബുദ്ധി അതിനൊന്ന് കാണാനും പ്രതികരിക്കുന്ന ആ മനോഭാവത്തിന് അല്പം കൂടി ഒന്ന് ശാന്തമായിട്ട് നോക്കിക്കണ്ടുകൊണ്ട് പ്രാർത്ഥിച്ച് പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഒരു പക്ഷേ കുറ്റം പറയാനും വിമർശിക്കാനും വളരെ എളുപ്പമാണ്. ഇപ്പോൾ ഞാൻ വികാരിയെക്കുറിച്ചായിരിക്കാം അല്ലെങ്കിൽ അയൽവാസിയെക്കുറിച്ചായിരിക്കാം പുറത്തേക്ക് ഇറങ്ങി കുറ്റം പറയാൻ വളരെ എളുപ്പമാണ്, കേൾക്കാൻ ആൾക്കാരുണ്ടാകും. പക്ഷെ ഒന്ന് പ്രാർത്ഥിക്കാം, കുറ്റം പറയാൻ വേണ്ടി ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനം വേണ്ട, ആ തിന്മയുടെ ആത്മാവ് മതി, ആത്മാവ് പറ്റുള്ളൂ. പക്ഷേ നന്മ പറയാനും അല്പം ഒരു ദാസകൃത്യത മനോഭാവം കാത്തു സൂക്ഷിക്കുവാനും അതുവഴി ഇന്നല്ലെങ്കിൽ നാളെ ആ വ്യക്തി നേടാനും പറ്റുമെന്ന കാര്യം പ്രചോദിപ്പിക്കുന്ന പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവിന് ചെവി കൊടുക്കാതെ നമുക്കൊന്നും മുൻപോട്ട് പോകാൻ പറ്റില്ല എന്ന് വിചാരിക്കുകയാണ്. അപ്പം അങ്ങനെ ഒരു ഇടവകയിൽ അങ്ങനെ നിന്ന് പ്രവർത്തിച്ചാൽ മാത്രമേ ആ ഇടവകയെ കരിസ്മാറ്റിക് നവീകരണത്തിന് സ്വാധീനിക്കാൻ പറ്റും. ജീവിത സാക്ഷ്യത്തിലൂടെ എന്ന് ഞാൻ പറയും. കരിസ്മാറ്റിക് ഒരു പ്രാർത്ഥിക്കാൻ ആ ഒരു സമൂഹത്തിന് അവരെന്തുമാത്രം സ്വരം ഉയർത്തി പ്രാർത്ഥിക്കുന്നു, എന്തുമാത്രം ഹല്ലേലൂയ പറയുന്നതിനെ ആശ്രയിച്ചല്ല അവിടേക്ക് ആളുകൾ വരുന്നത്. പള്ളിയിൽ പ്രാർത്ഥിക്കുന്ന കാര്യം എന്തുമാത്രം ജീവിതത്തിൽ സാക്ഷ്യപ്പെടുത്തുന്നു. ജീവിത സാക്ഷ്യമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ ആ പ്രാർത്ഥന ഗ്രൂപ്പിലേക്ക് ആളുകൾ വരാറുണ്ട്, പ്രാർത്ഥന ഗ്രൂപ്പ് അനുഭവമായി മാറാറുണ്ട്. പക്ഷേ ഇന്ന് നമുക്കത് കുറഞ്ഞു പോകുന്നതിന് ഫലമായിട്ട് പ്രാർത്ഥന ഗ്രൂപ്പ് ശുഷ്കമായി മാറുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ജീവിത സാക്ഷ്യമില്ലാത്ത സുവിശേഷ ശുശ്രൂഷകൾ അതിൽ തന്നെ പരാജയമെന്ന് നാം തിരിച്ചറിയുക. അനുദിന ജീവിതത്തിലെ നമ്മുടെ സുവിശേഷ സാക്ഷ്യങ്ങളാണ് നമ്മിലൂടെയുള്ള ക്രിസ്തുവിൻ്റെ പ്രകാശ കിരണങ്ങളെന്ന് ഓരോ വ്യക്തിയും തിരിച്ചറിയുക. അത്തരത്തിലുള്ള പ്രകാശഗോപുരങ്ങളായി നാം മാറുമ്പോൾ ക്രിസ്തുവിൻ്റെ പ്രകാശം ലോകമെങ്ങും നിറയും. ഇത് പറയുമ്പോൾ വളരെ ആത്മാർത്ഥതയോടെ കരിസ്മാറ്റിക് നവീകരണ പ്രവർത്തനങ്ങളിലേക്ക് വന്ന ചില ആത്മാരുണ്ട്. ചിലപ്പോൾ അവരുടെ കഴിഞ്ഞകാല ജീവിതമൊക്കെ ചില പാപകരമായ സാഹചര്യങ്ങളിലായിരിക്കാം. പക്ഷെ അവർ ഇടവകയിലേക്ക് വന്ന് പ്രവർത്തിക്കാനൊക്കെ തുടങ്ങിയപ്പോൾ അവർക്ക് പല ഭാഗങ്ങളിൽ നിന്നും ചിലപ്പോൾ അവരെ മാറ്റി നിർത്തുന്നു, അല്ലെങ്കിൽ അവരെ ചിലപ്പോൾ അത് ഈവൻ ഒരു ഹൈറാർക്കിയുടെ ഭാഗത്ത് നിന്ന് പോലും ചില സമയങ്ങളിൽ ഉണ്ടാവാറുണ്ട്. അതിൻ്റെ പേരിൽ ചില ആളുകൾ അവസാനം അങ്ങ് മാറിപ്പോകുന്നു. അല്ല, അത്തരത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അച്ഛൻ എന്താണ്? ഞാൻ സൂചിപ്പിച്ചു, നമ്മളൊരു കരിസ്മാറ്റിക്കായി മാറുന്നത് ഒരു ഹൈറാർക്കിയെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി മാത്രമല്ല. ഇത് ദൈവത്തിൻ്റെ വിളിയാണ്, പരിശുദ്ധാത്മാവിന്റെ പ്രചോദനമാണ്, പരിശുദ്ധാത്മാവിന്റെ വിളിയാണ്. ഒരുപക്ഷെ അല്പം ഞാൻ വെയിറ്റ് ചെയ്യേണ്ടി വരുമായിരിക്കാം, മനസ്സിലാക്കപ്പെടാനും മറ്റൊരു മൂവ്മെൻറ്റിന് വേണ്ടി ഞാൻ കാത്തിരിക്കേണ്ടി വരുമായിരിക്കാം. ഒരുപക്ഷെ ഈ സമയത്ത് ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യം ഒരുപക്ഷെ എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഇനി ഒരിക്കൽ പോലും ഇല്ല എന്ന് പറയുക അല്ല വേണ്ടത്, മറിച്ച് ഒരു സമയം എനിക്ക് തമ്പുരാൻ തരും, കാത്തിരിക്കണം. ഇത് തമ്പുരാൻ്റെ ശുശ്രൂഷയാണ്, ദൈവം തന്നെ ശുശ്രൂഷ ദൈവം പറയുന്ന സമയത്ത് ചെയ്യേണ്ടതാണ്. 100 വർഷത്തോളം ഒരു കുഞ്ഞിക്കാല് കാണാൻ വേണ്ടി അബ്രാഹത്തിന് കാത്തിരിക്കാമെങ്കിൽ ഒരു ഡിവൈൻ സൈലൻസ് എന്ന് പറയില്ലേ, നമ്മൾ ദൈവിക നിശബ്ദത, ഞാൻ പറയുന്ന പ്രകാരമാണ്. ആ ഒരു പക്ഷേ എൻ്റെ മേലധികാരികൾ എന്നെ കുറ്റപ്പെടുത്തുകയും മാറ്റി നിർത്താൻ ശ്രമിക്കുമ്പോഴും ദൈവം നിശബ്ദനായിരിക്കും ചില സമയത്ത്. ആ നിശബ്ദതയ്ക്ക് ഒരു അർത്ഥമുണ്ട്, ആഴമുള്ള ഒരു ദൈവാനുഭവം അതിനോട് പറയുന്നുണ്ട്. ആ ഡിവൈൻ സൈലൻസിന് കാത്തു സൂക്ഷിക്കുമ്പോഴാണ് ഇന്നലെ നാളെ ദൈവം എടുത്തുയർത്തും എന്നെ മറ്റു തലങ്ങളിലേക്ക്, അല്ലെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്ന തലത്തിലേക്ക്. പക്ഷേ ഞാൻ കാത്തിരിക്കേണ്ടി വരുമായിരിക്കാം. പഴയ നിമിത്തിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഒരുപാട് അത്തരത്തിൽ ജീവിതങ്ങൾ കാണുന്നു. ദീർഘനാളുകൾ പീഡനമേറ്റ ഒരു പൂർവ്വ യോസേപ്പ് ദൈവം എന്തേന്ന് പോലും ചിന്തിക്കാമായിരുന്നു, പക്ഷെ ചിന്തിച്ചില്ല. അദ്ദേഹം കാത്തിരുന്നു. അവസാനം നമ്മൾ കാണുന്നത് അദ്ദേഹം ഈജിപ്തിലെ പ്രധാനമന്ത്രിയായി മാറുന്നതാണ്. ഈജിപ്തിലെ പ്രധാനമന്ത്രിയായി ജോസഫ് മാറണമായിരുന്നെങ്കിൽ സഹോദരൻ പൊട്ടക്കണിച്ച് തള്ളിടണമായിരുന്നു. അതിനുശേഷം കച്ചവട സംഘത്തിന് അടിമയെ വിൽക്കണമായിരുന്നു. പൊത്തിഫാറിൻ്റെ വീട്ടിൽ അവൻ അടിമയായി ജോലി ചെയ്യണമായിരുന്നു. അവിടെ വെച്ച് അപമാനിക്കപ്പെട്ട് ജയിലിൽ അടയ്ക്കണമായിരുന്നു. അവിടെ നിന്നാണ് ദൈവം അവൻ്റെ ദൈവം ഇടപെട്ടു. അവസാനം നമ്മുടെ ജീവിതത്തിലെ കരിസ്മാറ്റിക് ലൈഫിൽ ഞാൻ ചിന്തിക്കുന്ന പ്രകാരം ദൈവം ഇടപെടും. ദൈവം ഇടപെട്ട് ക്രമീകരിക്കുമ്പോഴാണ് എനിക്ക് ആരെയും മാനസാന്തരപ്പെടുത്താൻ പറ്റില്ല വ്യക്തിപരമായിട്ട്, പക്ഷെ തമ്പുരാനാകും. തമ്പുരാൻ ഇടപെടാൻ സമയമുണ്ട്. അവൻ്റെ സമയത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കേണ്ടി വരും. ഞാൻ ഒരു പക്ഷേ ആ ദൈവിക നിശബ്ദതയ്ക്ക് മുമ്പിൽ പ്രാർത്ഥനവും കൈകൾ കൂപ്പേണ്ടി വരും. ഒരു സക്രിയയെ പോലെ, ഒരു എലിസബത്തിനെ പോലെ, ഒരു അബ്രാഹത്തെ പോലെ, ഒരു പൂർവ്വ എലിസബത്തിനെ പോലെ ഞാൻ കൈ കൂപ്പേണ്ടി വരും എനിക്ക്. പക്ഷേ ദൈവം എടുത്തുയർത്തും. അച്ഛൻ്റെ വ്യക്തിപരമായ ഒരു ജീവിതാനുഭവത്തിൽ അച്ഛൻ അങ്ങനത്തെ ഏതെങ്കിലും, ഇപ്പോൾ എന്നെ ആരും മനസ്സിലാക്കുന്നില്ല, അല്ലെങ്കിൽ ആരും നല്ല എന്നെ മനസ്സിലാക്കേണ്ടവർ മനസ്സിലാക്കിയില്ല, അങ്ങനെയൊക്കെയുള്ള ഏതെങ്കിലും പ്രതിസന്ധികൾ അച്ഛൻ നേരിട്ടിട്ടുണ്ടോ? തീർച്ചയായിട്ടും. ഒരുപക്ഷെ കരിസ്മാറ്റിക് മുന്നേറ്റത്തിൽ വരുന്നതും തന്നെ എനിക്കൊരു വേദനയോട് കൂടിയുള്ള വരവായിരുന്നു എനിക്ക്. ഞാൻ സൂചിപ്പിച്ചു, 7-8 വർഷക്കാലം തലയിൽ കല്ലും മണ്ണും ചുമന്ന് ഞാൻ കീരത്തൂർ പള്ളി രൂപപ്പെടുത്തി. ഞാൻ വികാരിയിരുന്ന കാലഘട്ടത്തിൽ കഷ്ടപ്പാടായിരുന്നു, സാമ്പത്തികമായിട്ടൊന്നുമില്ല. ആ കാലഘട്ടത്തിലാണ് ഞാൻ തലയിൽ ഞരമ്പ് ചുരുങ്ങി ബോധം കെട്ട് ആശുപത്രിയിൽ ഒരു 2 ദിവസം പോയി അബോധാവസ്ഥ കിടന്നു മരിച്ചു പോകുന്നൊക്കെ വിചാരിച്ചതാണ്. അതിൻ്റെ കഠിനാധ്വാനത്തിൻ്റെ ഫലമായിട്ട് ആ പള്ളിക്ക് വേണ്ടി രാമൻ ഞാൻ അധ്വാനിച്ചു, കഷ്ടപ്പെട്ടു, പള്ളി വെഞ്ചരിച്ചു. അതിന് പിറ്റേ ദിവസം എന്നോട് മാറാൻ പറയൂ അഭിനന്ദ പിതാവ്.
വെഞ്ചരിപ്പിൻ്റെ വെഞ്ചരിപ്പിന് പിറ്റേ ദിവസം ഒരു മാസം നീട്ടി തന്നു. അച്ഛൻ ഞാൻ വ്യാഴാഴ്ച പള്ളിയിൽ വെഞ്ചരിച്ചു, വെള്ളിയാഴ്ച എൻ്റെ ലഗേജ് പാക്ക് ചെയ്ത് പഴയ പള്ളിയിൽ നിന്ന് ശനിയാഴ്ച ഞാൻ അവിടെ നിന്ന് മാറി. എന്ന് വെച്ചാൽ പുതിയ പള്ളിയിൽ ഒരു കുർബാന ചെല്ലാനോ പുതിയ മുറിയിലൊന്നും കിടക്കാനോ എനിക്ക് പറ്റിയിട്ടില്ല. പിന്നെ ഞാൻ വന്നത് ഗസ്റ്റായിട്ടാണ് പറ്റുന്നത്. അന്ന് എനിക്കതിനെ ഉൾക്കൊള്ളാൻ പറ്റിയില്ല. സത്യത്തിൽ ഈ കരിസ്മാറ്റിക് പ്രവർത്തനം എനിക്കൊരു മുറിവായിരുന്നു. അത് ദൈവം പോലും ഒരു മാസം കൊണ്ട് നീട്ടി തരാൻ എനിക്ക് അവിടെ ഇരുന്ന് കുർബാന ചൊല്ലി സന്തോഷമായിട്ട് പോകാമായിരുന്നു. പക്ഷേ അഭിനയ പിതാവ് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ ദൈവിക നിശബ്ദതയ്ക്ക് മുമ്പിൽ ഞാൻ കൈകൾ കൂപ്പി അല്പം പ്രതികരിക്കാൻ ശ്രമിച്ചു. പക്ഷേ അത് ദൈവികതമല്ലാതെ മനസ്സിലായപ്പോൾ കൈകൾ കൂപ്പി നിശബ്ദനായി. വേണമെങ്കിൽ എനിക്കത് പ്രതികരിച്ചുകൊണ്ട് കരിസ്മാറ്റികത്തിൻ്റെ ഡയറക്ടർ സ്ഥാനം എനിക്ക് രാജിവെക്കാമായിരുന്നു. അന്ന് ഞാൻ രാജിവെച്ചിരുന്നെങ്കിൽ KST ചെയർമാനായിട്ട് ഞാൻ വരില്ലായിരുന്നു. അന്ന് അഭിനയ പിതാവ് നിർബന്ധം പിടിച്ചപ്പോൾ ദൈവസ്വരം എന്ന് കണ്ടതുകൊണ്ടാണ് പിന്നീട് ചെയർമാൻ സ്ഥാനത്തേക്ക് ഞാൻ ഉയർത്തപ്പെട്ടത്. അതിനുശേഷം ചെയർമാൻ സ്ഥാനമായതിനു ശേഷം ഞാൻ ലോകത്തിലെ കുറേ സ്ഥലങ്ങളിൽ പോയി ധ്യാനിപ്പിക്കാൻ, അമേരിക്കയിൽ വരെ പോകാൻ എനിക്ക് അവസരം കിട്ടി. അത് എനിക്ക് തോന്നി തമ്പുരാനത്ത് ആദ്യം എനിക്ക് അല്പം ഷോക്കുണ്ടായിരുന്നു. വേണമെങ്കിൽ അവിടെ കൊണ്ട് അവസാനിപ്പിക്കാമായിരുന്നു കരിസ്മാറ്റിക് ലൈഫ്. പക്ഷേ പിന്നീട് തമ്പുരാൻ്റെ പദ്ധതിക്ക് മുമ്പിൽ കൈകൾ കൂപ്പിയപ്പോൾ അവൻ എന്നെ എടുത്ത് ഉയർത്തി ചെയർമാൻ സ്ഥാനത്തേക്ക് വന്നു. ഞാൻ പറഞ്ഞ സ്വാഭാവികമായിട്ടും എൻ്റെ അനുഭവം അത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ എന്നെ ആൾക്കാർ പറയും അല്പം നിശബ്ദനായിരിക്കുക, ശാന്തമാകുക, ദൈവം ഇടപെടും ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും. അല്ലേ, യച്ചനി പറഞ്ഞ പോലെ അല്പം നിശബ്ദമായാൽ തീരാവുന്ന പ്രതിസന്ധികളെ എല്ലാവർക്കും ഉള്ളൂ, എല്ലായിടത്തും ഉള്ളൂ. കാരണം വിളിച്ചവൻ വിശ്വസ്തനാണ്, ഞാൻ വിശ്വസിക്കുന്നു. എന്നെ ഇതിലേക്ക് വിളിച്ച തമ്പുരാൻ വിശ്വസ്തൻ തന്നെയാണ്. അവൻ നമ്മളെ ഒരിക്കലും അപമാനിക്കാനോ നമ്മളെ മനസ്സ് മടുപ്പിക്കാനോ തയ്യാറല്ല. അതുകൊണ്ട് തന്നെ അവൻ്റെ സമയത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കുക എന്നുള്ളതാണ് ദൈവം ഇടപെടുന്നൊരു ചിന്ത. മർത്തായും മറിയവും കർത്താവിനെ വിളിച്ചത് ലാസർ ഇവിടെ സുഖമില്ലാതെ കിടക്കുക. പക്ഷേ തമ്പുരാൻ പോയില്ല. ലാസർ മരിച്ചു, എന്നാലും തമ്പുരാൻ പോയില്ല. ജീർണിച്ചു തുടങ്ങിയപ്പോഴാണ് കർത്താവ് ചെന്നത്. അന്നാണ് തമ്പുരാൻ സമയം വന്നത്. അത് വലിയ അത്ഭുതത്തിന് കാരണമായി. അവിടെ അതിൽ ആദ്യം ചെന്ന് കർത്താവ് സുഖപ്പെടുത്തിയിരുന്നതിന് ആരും അറിയപ്പോലില്ല. അവിടെയും ഈ ഡിവൈൻ സൈലൻസ് ഉണ്ട് അവിടെ. ദൈവിക നിശബ്ദത. അത് 3-4 ദിവസം ഒരു 2 ആഴ്ചത്തോളം ആ സഹോദരിമാർ അനുഭവിച്ച മാനസിക വേദന, യേശുക്രിസ്തു പോലും തന്നെ ഞങ്ങൾ കൈവിട്ടല്ലോ എന്നുള്ള ചിന്തയിലൂടെ അവർ കഴിഞ്ഞ 4 ദിവസമുണ്ട്. പക്ഷേ അതിൻ്റെ അവസാനം നോക്കിയേ, ഏതൊരു ജീവിതത്തിലേക്ക് നോക്കുമ്പോഴും അത് തന്നെയാണ്. ഞാൻ വിശുദ്ധന്മാരുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോഴും ആരും മനസ്സിലാക്കാത്ത, ആരും അംഗീകരിക്കാത്ത സമയമുണ്ടായിരുന്നു. പാദ്രി പിയുടെ ജീവിതത്തിലേക്ക് നോക്കി, ഏത് വിശുദ്ധൻ്റെ ജീവിതത്തിൽ നോക്കുമ്പോഴും എല്ലാവരും തുടക്കം മുതലേ എടുത്തുകൊണ്ട് പോകുന്നവരൊന്നും ആയിരുന്നില്ല. ആ സഹനങ്ങളൊക്കെ അവർക്ക് പിന്നീട് നേട്ടങ്ങളാക്കി മാറി. ഏത് വിശുദ്ധ ജീവിതം നോക്കുമ്പോഴും അങ്ങനെയാണ് ഞാൻ വിചാരിക്കും. നവീകരണ ചൈതന്യം ഹൃദയത്തിൽ നിറഞ്ഞ ഈ പുരോഹിതൻ ദൈവസന്നിധിയിൽ ഇന്നും ധ്യാനപൂർവം വ്യാപരിക്കുന്നു. ശാന്തമായ ദൈവിക സ്വരം ശ്രവിച്ച് വിശുദ്ധിയിൽ വളരുന്നു. കാൽവരിനാഥന്റെ ചാരെ, ബലിപീഠത്തിന്റെ ചാരെ ഒരു മെഴുതിരിയായി ഈ നിശബ്ദതയെ സ്നേഹിക്കുന്ന പുരോഹിതൻ വ്യാപരിക്കുന്നു. കരിസ്മാറ്റിക് നവീകരണവും ഈ ഒരു ശൈലി തന്നെ കാത്തു സൂക്ഷിക്കണം. ഇടവകയിൽ പ്രത്യേകിച്ച് ഇടവകയിൽ. അച്ഛാ, കരിസ്മാറ്റിക് നവീകരണം ജൂബിലിയിലേക്ക് പ്രവേശിക്കുകയാണ്. അച്ഛനറിയാവുന്ന പോലെ 1967 കരിസ്മാറ്റിക് നവീകരണം അമേരിക്കയിൽ ആരംഭിച്ചു. ഇത് 2017 50 കൊല്ലമാവുകയാണ്. 40 കൊല്ലം, കേരളത്തിൽ 40 കൊല്ലമായല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും അച്ഛന് എന്ത് തോന്നുന്നു? കരിസ്മാറ്റിക് നവീകരണം ഈ 40ാം ആണ്ടിൽ നിൽക്കുമ്പോൾ ഒരു ഇടവക സംബന്ധം, ഒരു ഇടവക ബന്ധിയായിട്ട് നമ്മൾ ചിന്തിച്ചാൽ, ഒരു ഇടവക തലത്തിൽ കരിസ്മാറ്റിക് പ്രാർത്ഥനാ സമൂഹം ഫലപ്രദമായി ചെയ്യുന്നുണ്ട് എന്ന് അച്ഛന് തോന്നുന്നുണ്ട് എന്ന് ഞാൻ പറയില്ല. കാര്യം പാരിഷ് മിനിസ്ട്രി അങ്ങനെ പ്ലാൻ ചെയ്യുന്നെങ്കിൽ പോലും ഇപ്പോഴത്തെ പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ ഇടവക ബന്ധിയായിട്ടും ഇടവക ആഗ്രഹിക്കുന്ന പോലെ ഞാൻ പോകുന്നത് പറയാൻ എനിക്കാവില്ല. ഇന്ന് ഞാൻ കാണുന്നത് കുമ്പസാരക്കൂടി സമീപത്തോ അല്പം മുകളിലേക്ക് മാറിയ വട്ടം കൂടിയിരിക്കുന്ന 5-8 പേര് ഒരുമിച്ചുകൂടി സ്തുതിക്കുന്നു, കൊന്തേരുന്നു, പ്രാർത്ഥിക്കുന്നു, അവരങ്ങ് പോകുന്നു. അതല്ലാതെ ഒരുപക്ഷെ അവർ ലൈഫ് സ്റ്റൈൽ കാത്തു സൂക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ടാകാം. ഇടവകയുടെ എല്ലാ കാര്യങ്ങളിലും പുളിമാവമായി മാറണം നമ്മൾ പറയില്ല. എല്ലാ കാര്യങ്ങളും കരിസ്മാറ്റിക് രംഗത്തേക്ക് വരണം. ഭക്തസംഘടനകൾ കരിസ്മാറ്റിക്കാരുടെ ഒരു ആവേശമായി മാറണം. അവിടെ നടക്കുന്ന പ്രാർത്ഥന കൂട്ടായ്മകൾ, കുടുംബ കൂട്ടായ്മകൾ തീർച്ചയായിട്ടും കരിസ്മാറ്റിക്കാരുടെ നേതൃത്വം കൊടുക്കേണ്ടവരാണ്. അതുപോലെ തന്നെ പള്ളിയിൽ നടക്കുന്ന ബാക്കിയുള്ള ശുശ്രൂഷകൾ, ഇപ്പോൾ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നു. കരിസ്മാറ്റിക്കാരൻ ഏറ്റവും താഴെ വന്ന് ആനവാദികൾ നിൽക്കേണ്ടവനല്ല. അവന് മുൻപിലേക്ക് കയറി വന്ന് വിശുദ്ധ കുർബാന പുസ്തകം എടുത്ത് മറ്റുള്ള മുമ്പിൽ സാക്ഷിയായി നിന്നുകൊണ്ട് കുർബാന അർപ്പിക്കേണ്ടവനവൻ. അത്തരത്തിൽ പിന്നെ അവൻ്റെ സംസാര രീതികൾ, പെരുമാറ്റ ശൈലികൾ പള്ളിയകത്ത് മാത്രം ഉൾക്കൊള്ളുന്നതല്ല, പള്ളിക്ക് പുറത്തൊരു ജീവിതമുണ്ട്. ജനം ചിന്തിക്കുന്നതും വീക്ഷിക്കുന്നതും ദേവാലയത്തിന് പുറത്തുള്ള അവൻ്റെ ജീവിതത്തെക്കുറിച്ചാണ്. അവൻ എപ്രകാരം ചെയ്യുന്നു, അവൻ എന്തുമാത്രം പ്രാർത്ഥിക്കുന്നുള്ളതല്ല, ദേവാലയത്തിന് പുറത്ത്, ദേവാലയത്തെ കരിങ്കൽ ഭിത്തികൾ, അവന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവൻ്റെ ശൈലി എന്താ, ഒരു ബലിയുടെ ജീവിതമാണ് അവൻ നയിക്കുന്നത് എന്ന ജനം ചിന്തിക്കുന്നത്. അതില്ലാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന പ്രാർത്ഥനാ ഗ്രൂപ്പുകളിലുള്ള ആൾക്കാർക്കൊരു വേണ്ടത്ര തീക്ഷ്ണതയില്ലാതെയും താല്പര്യമില്ലാതെയും. ഞാൻ പറയും, ജൂബിലി വരുമ്പോൾ എനിക്കൊരു സ്വപ്നമുള്ള ഇതാണ്,
ഒരു 10-30 വർഷങ്ങൾക്ക് അപ്പുറത്ത് പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ എന്ന് പറയുന്നത് ജനങ്ങൾക്ക് ആവേശമായിരുന്നു. വേദനിക്കുന്ന ഹൃദയത്തോടെ, മുറിവേറ്റ ഹൃദയത്തോടെ ഒരു മനുഷ്യൻ പ്രാർത്ഥനാ ഗ്രൂപ്പിലേക്ക് വരുന്നു, അവൻ എഴുന്നേറ്റ് പോകുന്നത് കണ്ണുനീർ തുടച്ച് സന്തോഷത്തോടെയാണ്. എന്ന് വെച്ചാൽ അവൻ ആ പ്രാർത്ഥനാ ഗ്രൂപ്പ് ഒരു സാന്ത്വനമായിരുന്നു. അവിടെ അതാ ഞാൻ പറയുന്നത്, അത്ഭുതങ്ങൾ നടക്കേണ്ട സ്ഥലമാണ് പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ. രോഗശാന്തിയും അങ്ങനെയുള്ള അല്ല ഞാൻ ചിന്തിച്ച്, ഈ സ്വാന്തനം പോലും മുറിവേറ്റ മനസ്സിന് കിട്ടുന്ന സ്വാതന്ത്ര്യം അത്ഭുതമാണ്. അതിന് അത്ഭുതമായി കണ്ടുകൊണ്ട് പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ വളർത്തിയവരാണ് മുൻകാലങ്ങൾക്ക് നമുക്കുണ്ടായിരുന്നവർ. പക്ഷെ ഇന്ന് ഇതൊരു യാന്ത്രികത്വത്തിൻ്റെ ഭാവം കടന്നു വന്നു ഇതിനകത്ത്. പക്ഷേ ഇതിനിടയ്ക്ക് ഞാൻ അച്ഛനെ മറ്റെല്ലാ തലങ്ങളും മാറ്റി നിർത്തി ഒരു ഇടവക വികാരി എന്ന വണ്ണം, അച്ഛൻ ഒരു ഇടവക വികാരി എന്ന വണ്ണം ഒരു പ്രേ ഗ്രൂപ്പിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കുന്നു? പ്രാർത്ഥനാ ഗ്രൂപ്പിൽ ഞാനൊരു വികാരി എന്ന നിലയിൽ ഞാൻ പ്രതീക്ഷിക്കുന്നത്, എൻ്റെ പ്രാർത്ഥനാ ഗ്രൂപ്പിൽപ്പെട്ടവർ ഇടവയുടെ കാര്യങ്ങൾ ഇടപെടണമെന്ന് തന്നെ ആഗ്രഹിക്കുന്നത്. പൊതുയോഗം കൂടുമ്പോൾ, അതുപോലെ തന്നെ പരിഷ്കരണ സംഘങ്ങളാകാൻ കൂട്ടായ്മയിൽ അവർ സജീവമായി പങ്കെടുക്കും. ഞാൻ സൂചിപ്പിച്ചിരുന്നു, ഭക്തസംഘടനകളിൽ അവരൊരിക്കലും പുറകോട്ട് പോകാൻ പാടില്ല, അവർ മുൻപിലുണ്ടാകണം. ഇനി പറ്റുന്നവരാണെങ്കിൽ മതാധ്യാപന രംഗത്ത് വിശ്വാസ പരിശീലനത്തിൽ സഹായിക്കാനുണ്ടാകണം. അത്തരത്തിൽ ഇടവകയുടെ പുളിമാവ് എന്ന് പറയുമ്പോൾ എല്ലാ കാര്യങ്ങളിലും അവർ രംഗത്തുണ്ട്. ഞാൻ ഓർക്കുന്നു, ഞാൻ ഒരു വാക്ക് പറഞ്ഞോട്ടെ. ഒരിടവകയിൽ ഞാൻ ചെന്നപ്പോൾ എന്നെ സഹായിച്ചുകൊണ്ടിരുന്നത്, പിറ്റേ ശനിയാഴ്ച വൈകുന്നേരം ഞങ്ങളൊന്ന് ഒരുമിച്ച് കൂടി, ഒരു 5-8 ചേട്ടന്മാരോട് ഒരുമിച്ച് കൂടും. പിറ്റേ ദിവസം ഞായറാഴ്ച പള്ളിയിൽ പ്രസംഗിക്കേണ്ട ബൈബിൾ ഭാഗം ഞാൻ അവിടെ വായിക്കും, ഇരുന്ന് പ്രാർത്ഥിക്കും. അവർക്ക് കിട്ടുന്ന ബോധ്യങ്ങൾ, അവർക്ക് കിട്ടുന്ന ചില ദൈവിക ചിന്തകൾ ഞാൻ ക്രോഡീകരിച്ച് പിറ്റേ ഞായറാഴ്ച പള്ളിയിൽ ഞാൻ പ്രസംഗിച്ചിരുന്നു. മറ്റേത് പ്രസംഗത്തെക്കാൾ ഉപരിയായിട്ട് ജനം കാതോർത്തത് ആ പ്രസംഗമായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ, കാരണം ജനങ്ങൾക്ക് എന്താവശ്യമെന്ന് പരിശുദ്ധാത്മാവ് ഈ പറയുന്ന സഹോദരങ്ങൾ വെളിപ്പെടുത്തിയപ്പോൾ ഞാൻ അതിനെ എഴുതിയെടുക്കും, കുറിച്ച് വയ്ക്കും, മനസ്സിൽ ചേർത്ത് വയ്ക്കും. എന്നിട്ട് അവർ പോയി കഴിയുമ്പോൾ ഞാനൊന്നിരുന്ന് പ്രാർത്ഥിച്ച് അതിനെ ക്രോഡീകരിച്ചുകൊണ്ട് ആ വിഷയത്തെ സംബന്ധിച്ച് പിറ്റേ ദിവസം പറയുന്നത് വലിയ ഫലദായകത്വം വിളമ്പിയ ഒരു വലിയ വാചകമായ പ്രസംഗമായിരുന്നില്ല. പക്ഷേ അത് ജനങ്ങളുടെ ഹൃദയത്തെ സ്പർശിച്ചായിട്ട് സാക്ഷ്യം വന്നത് ഞാൻ സൂചിപ്പിച്ചത്. ചുരുക്കി പറഞ്ഞാൽ, ഒരു വൈദികൻ തൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും കരിസ്മാറ്റിക് കൂട്ടായ്മയുടെ സഹായം പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും അവിടെയാണ് നമ്മൾ ഈ പറയുന്ന പോലെ ഇടവക ബന്ധിയായി കരിസ്മാറ്റിക് പ്രാർത്ഥനാ ഗ്രൂപ്പ് വളർന്നു എന്ന് പറയാൻ പറ്റുന്നത്. അങ്ങനെ വരുമ്പോഴാണ് സമൂഹത്തിലുള്ളവർക്ക് അതിനൊരു താല്പര്യം തോന്നുന്നതും വികാരിച്ചന്മാർക്ക് അതിനെ ഉൾക്കൊള്ളാൻ പറ്റുന്നതും. അച്ഛൻ കാര്യങ്ങളെ വിലയിരുത്തുന്ന ആളെന്ന വണ്ണം ഈ പ്രാർത്ഥനാ സമൂഹങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു ഡയമെൻഷൻ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു അവബോധം നഷ്ടപ്പെട്ട് ചിലപ്പോൾ അതൊരു ഭക്തസംഘടന കണക്കെ, അച്ഛൻ നേരത്തെ പറഞ്ഞ പോലെ കുമ്പസാരക്കൂടിൻ്റെ ഫ്രണ്ടിലോ അല്ലെങ്കിൽ അവിടെ ഇരുന്ന് വട്ടം കൂടി പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു പോവുക എന്ന ചെറിയ കാര്യം മാത്രം ചെയ്യുന്ന, ഇടവകയിലേക്ക് ഇറങ്ങാതെ മാറി നിൽക്കുന്ന തലത്തിലേക്ക് ഈ പ്രാർത്ഥനാ സമൂഹങ്ങൾ എത്താൻ കാരണം ഒരുപക്ഷെ ഒരു ആത്മീയ യേശു ബന്ധത്തിൻ്റെ അഭാവമാകുമോ? ഒരു ആത്മീയ പടിയിറക്കമെന്ന് പറയാനാവില്ല. എനിക്കുണ്ട് ആത്മീയ, പക്ഷേ എൻ്റെ തിരക്കുകൾ ഉപരിയായിട്ട് എൻ്റെ കമ്മിറ്റ്മെൻറ്റിൻ്റെ അഭാവം, ഇതിനെക്കുറിച്ചൊരു പ്രതിബദ്ധത വേണം അല്ലേ? വേണ്ട, നമുക്ക് സമയം അവരുടെ വീട്ടിലേക്ക് ചെല്ലാനും അവൻ്റെ വിഷമം അറിയാനും ഞാൻ പ്രതിബദ്ധത കാണിച്ചാലേ പറ്റുള്ളൂ. എനിക്ക് സമയം കണ്ടെത്തണം, എൻ്റെ സമയം അവന് കൂടി അവകാശപ്പെട്ടാണെന്ന് ബോധ്യം എനിക്കുണ്ടാകണം, അതിലെടുത്ത് ഞാൻ പ്രവർത്തിക്കണം. ഇന്ന് പലപ്പോഴും നമ്മളെല്ലാം തിരക്കിലാണ്. ആരെയും കുറ്റം പറയാൻ പറ്റില്ല. നേതൃത്വമുള്ളവർ മുതൽ അണികൾ വരെ എല്ലാവരും തിരക്കിലാണ്. സ്വന്തം കാര്യം നോക്കാൻ പോലും സമയമില്ലാന്ന് വിഷമിക്കുന്ന ആളുകൾ അവരുടെ കാര്യം നോക്കാൻ സമയം കണ്ടെത്തുന്നതിന് പറ്റില്ല. പക്ഷേ ദൈവം തരുന്ന സമയത്തെ പ്രയോറിറ്റി അനുസരിച്ച് ക്രമീകരിക്കാൻ ശ്രമിച്ചാൽ, ഞാൻ ചിന്തിക്കുന്ന പ്രകാരം ദൈവം എനിക്കൊരു 24 മണിക്കൂർ തരുന്നു, അതിൻ്റെ പ്രയോറിറ്റി അനുസരിച്ച് ഞാൻ ക്രമീകരിക്കുകയാണെങ്കിൽ ഒരുപാട് സമയം മറ്റുള്ളവർക്ക് കൂടി ചിലവഴിക്കാൻ എനിക്ക് കിട്ടും. ഇല്ലാത്തപ്പോൾ എൻ്റെ ഒരു കാര്യത്തിന് വേണ്ടി മാത്രം ഞാൻ ഫുൾ ടൈം ചിലവഴിക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഒരിടത്ത് എത്തുകയില്ല, എൻ്റെ പ്രധാനപ്പെട്ട വിളി ഞാൻ മറന്നു പോവുകയും ചെയ്യും. എന്നാൽ എൻ്റെ കാര്യത്തിന് വേണ്ടി, എൻ്റെ കുടുംബത്തിന് വേണ്ടി സമയം, ഒപ്പം തന്നെ ദൈവം ഏൽപ്പിച്ച കരിസ്മാറ്റിക് പ്രേക്ഷക പ്രവർത്തനത്തിന് വേണ്ടിയുള്ള സമയം ഞാനത് പ്രയോറിറ്റി കണ്ടെത്താൻ ശ്രമിക്കണം. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഞാൻ പാരിഷ് മിനിസ്ട്രിയിൽ അങ്ങനെ ഒരു സൺഡേ ഫുൾ ടൈമേഴ്സ് എന്ന് പറയുന്ന രൂപത്തിൽ നമ്മളൊന്ന് ശ്രമിച്ചിരുന്നു. സൺഡേകളിൽ മാറ്റിവെക്കാൻ ഈ പ്രയർ ഗ്രൂപ്പുകളൊക്കെ, പക്ഷെ നമുക്കത് കംപ്ലീറ്റ് ഫോർമേഷൻ കൊടുക്കാൻ പറ്റിയില്ല. പക്ഷേ നമ്മുടെ മനസ്സിലുള്ള ഒരു വലിയ സ്വപ്നമാണ് അത്, സൺഡേ ഫുൾ ടൈമേഴ്സ്. ഞായറാഴ്ചകളിൽ മറ്റ് ഭക്ത സംഘടനകളൊന്നും കമ്മിറ്റ്മെൻ്റ് ഇല്ലാതെ, വലിയ ജോലി തിരക്കില്ലാത്ത ആളുകളെ സോണൽ തലത്തിൽ കണ്ട് അവരെ ട്രെയിൻ ചെയ്തുകൊണ്ട് പ്രാർത്ഥനാ ഗ്രൂപ്പുകളിലേക്ക് അല്ലെങ്കിൽ ഇടവകളിലേക്ക് പറഞ്ഞു വിടുന്ന ഒരു സംവിധാനം ഉണ്ടാകണമെന്ന് ഞാൻ തീവ്രമായിട്ട് ആഗ്രഹിച്ചതാണ്. അത് എൻ്റെ ഫോർമേഷൻ പൂർണ്ണമായില്ല, ആകുന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയെങ്കിൽ വെച്ചാൽ ജൂബിലിയിലേക്ക് നീങ്ങുന്ന കരിസ്മാറ്റിക്കുകാരോട് ഒരു മുൻ ചെയർമാൻ എന്നവണ്ണവും ഒരു പാരിഷ് പ്രീസ്റ്റ് എന്നവണ്ണം അച്ഛന് പറയാനുള്ളത് കമ്മിറ്റ്മെൻ്റ് ഉള്ളവരാവുക എന്നതാണോ? കമ്മിറ്റ്മെൻ്റ് ഉള്ളവരായി മാറുക എന്ന് മാത്രമല്ല, ഇതൊരു ദൈവവിളിയായിട്ട് കരിസ്മാറ്റിക് രംഗത്തെ സ്വീകരിക്കണം. ആരുടെയും നിർബന്ധം കൊണ്ടല്ല, ഇതെൻ്റെ ഒരു ദൈവവിളിയായിട്ട് ഞാൻ സ്വീകരിക്കണം, മരണം വരെ. അല്ലാണ്ട് ഒരു ടൈമിലല്ല, മരണം വരെ. ഒരുപക്ഷെ ചിലപ്പോഴെങ്കിലും കാണുന്നത്, ഞാൻ KSTയുടെ മെമ്പറായി അല്ലെങ്കിൽ സർവീസ് ടീമിൻ്റെ മെമ്പറായി ആ ടൈം കഴിയുമ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം മറ്റുള്ളവർക്ക് ഏൽപ്പിച്ചു കൊടുത്തതിന് ശേഷം ഇച്ചിരി മാറി കുറ്റം പറഞ്ഞ് മാറി നിൽക്കും. അതല്ല, ഞാൻ ഒരു ഔദ്യോഗികമായിട്ട് എനിക്ക് പദവി ഉണ്ടോ എന്നുള്ളതല്ല പ്രശ്നം.
ഞാനൊരു കരിസ്മാറ്റിക്കാണെന്ന ചിന്ത. ദൈവം എന്നെ വിളിച്ചെന്നെ ഏൽപ്പിച്ചതാണ്. അത് എൻ്റെ അവസാന ശ്വാസം വരെ കാത്തു സൂക്ഷിക്കപ്പെടേണ്ട ഒരു ശുശ്രൂഷയാണത്, ദൈവിക ശുശ്രൂഷ എന്നുള്ള ബോധ്യം എല്ലാവർക്കും ഉണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. അച്ഛൻ പറഞ്ഞ വാക്കുകൾ ഏതായാലും വളരെ ശ്രദ്ധേയമാണ്. പ്രത്യേകിച്ച് ദൈവിക നിശബ്ദത, കമ്മിറ്റ്മെൻറ്റ്, അർപ്പണബോധം. ഈ രണ്ട് കാര്യങ്ങൾ കരിസ്മാറ്റിക് നവീകരണത്തെക്കുറിച്ച് ഈ കാലഘട്ടത്തിൽ വളരെ റെലവൻ്റായ, വളരെ ഈ കാലഘട്ടത്തിന് ഇണങ്ങുന്ന രണ്ട് പദങ്ങൾ തന്നെയാണ് അച്ഛൻ ഉപയോഗിച്ചത്. തീർച്ചയായിട്ടും കരിസ്മാറ്റിക് നവീകരണം ആത്മീയമായി വളരെ ആഴത്തിൽ വളരണമെന്നും കമ്മിറ്റ്മെൻറ്റ് ഒട്ടും കുറയരുതെന്നുമുള്ള അച്ഛൻ്റെ ഈ ആഗ്രഹങ്ങൾക്ക് ദൈവം ഉത്തരം തരട്ടെ. പ്രത്യേകിച്ച് ഈ ജൂബിലി കാലഘട്ടത്തിൽ കേരളത്തിലെ കരിസ്മാറ്റിക് നവീകരണം അച്ഛൻ വിചാരിക്കുന്ന തലത്തിൽ വളർന്നു വലുതാകട്ടെ എന്ന് പ്രത്യേകിച്ച് ഞാനും പ്രാർത്ഥിക്കുന്നു. അച്ഛൻ്റെ ഈ പ്രാർത്ഥനയ്ക്ക് ദൈവം ഫലം തരാതിരിക്കില്ല. അച്ഛൻ കഴിഞ്ഞ 3 എപ്പിസോഡുകളിലൂടെ ശാലോം പ്രേക്ഷകരുടെ മുൻപിൽ കരിസ്മാറ്റിക് നവീകരണത്തിൽ അച്ഛൻ്റെ ശൈലികളും അച്ഛൻ്റെ വ്യക്തിപരമായ ജീവിതാനുഭവങ്ങളും അതിനേക്കാൾ ഉപരി കരിസ്മാറ്റിക് നവീകരണത്തെ ഏറെ സ്നേഹിച്ചുകൊണ്ട് അച്ഛൻ തലോടി കരിസ്മാറ്റിക് നവീകരണത്തോട് അച്ഛൻ സംസാരിച്ചു. അച്ഛൻ്റെ വിലപ്പെട്ട ഈ നിർദ്ദേശങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും സ്വപ്നങ്ങൾക്കും എല്ലാം ശാലോം പ്രേക്ഷകരുടെ പേരിലും അച്ഛന് ഹൃദയപൂർവ്വം നന്ദി പറയും. കളമശ്ശേരി എമ്മാവൂസിൻ്റെ അകത്തളങ്ങളിലും KST എന്ന ആത്മീയ മുന്നേറ്റത്തിൻ്റെ പിന്നിട്ട പാതകളിലും നരുതൂക്കിൽ അച്ഛൻ തെളിച്ചു നൽകിയ ചൈതന്യദീപം ഇന്നും അണയാതെ നിൽക്കുന്നു. ദൈവസ്നേഹത്തിൻ്റെ ആർദ്രമായ ചൈതന്യം ഏറ്റുവാങ്ങുവാനായി ഇന്നും ഈ പുരോഹിതൻ കരമുയർത്തുന്നു. പുതിയ കാലഘട്ടത്തിൻ്റെ പുതിയ ആകാശങ്ങൾ തേടുവാൻ സുവിശേഷത്തിൻ്റെ വലയുമായി ആത്മാക്കളെ നേടുന്ന ഉദ്ധിതൻ പറഞ്ഞ വലതുവശത്തെ ശുശ്രൂഷകൾക്കായി വലയൊരുക്കി നമുക്കും ആ എമ്മാവൂസിൻ്റെ തീരങ്ങളിൽ ചേക്കേറാം. വചനം ഏകുവാനൊരു സാക്ഷ്യം. ക്ലേശമോ ദുരിതമോ പീഡനമോ രോഗമോ ദുഃഖമോ നഗ്നതയോ, ക്ലേശമോ ദുരിതമോ പീഡനമോ രോഗമോ ദുഃഖമോ നഗ്നതയോ, അകറ്റുകെന്നെല്ലാം